8ാം ബാലൻഡിയോർ പുരസ്കാരവും കയ്യിലേന്തി ലയണൽ മെസ്സി മയാമിയിൽ മടങ്ങിയെത്തിയത് ഫുട്ബോളിന്റെ സമ്പൂർണ്ണ അധികാരിയായാണ്. എന്നാൽ വിജയങ്ങളുടെ ആ കൊടുമുടിയിലും കാലം അദ്ദേഹത്തിനു മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്നു. പ്രായം 36ലേക്ക് കടക്കുന്നു. പരിക്കുകൾ ആ ഇതിഹാസ താരത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇന്റർ മയാമിയിലെ ഓരോ മത്സരത്തിലും മെസ്സിയെ കാണാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയെങ്കിലും പേശീവലിവും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും അദ്ദേഹത്തെ വിശ്രമിക്കാൻ പ്രേരിപ്പിച്ചു. എങ്കിലും കളിക്കളത്തിലിറങ്ങുന്ന ഓരോ നിമിഷവും അദ്ദേഹം ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു. 2024 തുടക്കം മെസ്സിയെ സംബന്ധിച്ച് ഒരു പുതിയ തയ്യാറെടുപ്പിന്റേതായിരുന്നു. അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനയുടെ കിരീടം നിലനിർത്തുക എന്നതായിരുന്നു ആ വലിയ ലക്ഷ്യം. ലോകകപ്പിന് ശേഷം അർജന്റീന ടീമിലുണ്ടായ ആത്മവിശ്വാസം വാനോളമായിരുന്നു. എങ്കിലും മെസ്സി എന്ന നായകനെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായ ടൂർണമെന്റായിരുന്നു. തന്റെ ഉറ്റ സുഹൃത്തും സഹതാരവുമായ ഏഞ്ചൽ ഡി മരിയ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം തോൽവികളിലും വിജയങ്ങളിലും തോളോട് തോൾ ചേർന്ന് നിന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു കിരീടത്തോടെയുള്ള വിടവാങ്ങൽ നൽകുക എന്നത് മെസ്സിയുടെ സ്വപ്നമായി. ടൂർണമെന്റിലുടനീളം മെസ്സി ഒരു പുതിയ ശൈലിയിലാണ് കളിച്ചത്. പണ്ടത്തെപ്പോലെ മൈതാനം മുഴുവൻ ഓടി നടക്കുന്നതിന് പകരം തന്റെ അനുഭവസമ്പത്ത് ഉപയോഗിച്ച് കളി നിയന്ത്രിക്കുന്ന ഒരു പ്ലേ മേക്കറായി അദ്ദേഹം മാറി. കളി നിയന്ത്രിക്കുന്നത് തന്റെ പക്വതയാർന്ന ബുദ്ധിയാണെന്ന് ഓരോ നീക്കത്തിലും അദ്ദേഹം തെളിയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിലിക്കെതിരായ മത്സരത്തിനിടെ മെസ്സിയുടെ കാലിന് വീണ്ടും പരിക്കേറ്റത് ആരാധകരെ വല്ലാതെ ആശങ്കയിലാഴ്ത്തി. ഇക്വഡോറുമായുള്ള ക്വാർട്ടർ ഫൈനലിൽ മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് അർജന്റീന 1-0 മുന്നിലായിരുന്നു. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്വഡോർ സമനില ഗോൾ നേടി. ഇതോടെ മത്സരം നേരിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഒരു നിമിഷം അർജന്റീനിയൻ ആരാധകരുടെ ഉള്ളിൽ 2016 ആ പഴയ തോൽവിയുടെ ഓർമ്മകൾ ഓടിയെത്തി. തങ്ങളുടെ മിശിഹായ്ക്കും സംഘത്തിനും വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കെടുക്കാൻ വന്നത് നായകൻ ലയണൽ മെസ്സിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച പെനാൽറ്റി ടേക്കർമാരിൽ ഒരാളായ മെസ്സി പന്ത് ചിപ്പ് ചെയ്ത് വലയിലിടാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ പന്ത് ഗോൾ പോസ്റ്റിന്റെ ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. മെസ്സി തലയിൽ കൈവച്ച് നിശബ്ദനായി നിന്ന നിമിഷം. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ വിധി വീണ്ടും ചതിക്കുകയാണോ എന്ന് ഭയന്നു. നായകൻ പതറിയപ്പോൾ അയാളെ താങ്ങി നിർത്താൻ എമിലിയാനോ മാർട്ടിനസ് എന്ന ഡിബു വീണ്ടും അവതരിച്ചു. ഇക്വഡോറിന്റെ ആദ്യ 2 കിക്കുകളും അവിശ്വസനീയമായ രീതിയിൽ മാർട്ടിനസ് തടഞ്ഞിട്ടു. പന്ത് തടുക്കുക മാത്രമല്ല, ഗ്യാലറിയെ നോക്കി നൃത്തം ചെയ്തും ആംഗ്യങ്ങൾ കാണിച്ചും അയാൾ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കി. മാർട്ടിനസിന്റെ ആ സേവുകൾ അർജന്റീനയ്ക്ക് പുതിയ ജീവൻ നൽകി. തുടർന്നു വന്ന അർജന്റീനിയൻ താരങ്ങൾ കൃത്യമായി ലക്ഷ്യം കണ്ടു. ഷൂട്ടൌട്ടിൽ 4-2 വിജയിച്ച് അർജന്റീന സെമിയിലേക്ക് കടന്നു. സെമി ഫൈനലിൽ കാനഡയെ നേരിട്ടപ്പോൾ ലോകം കണ്ടത് മെസ്സി എന്ന പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പരിക്കിന്റെ അസ്വസ്ഥതകൾക്കിടയിലും തളരാതെ പോരാടിയ മെസ്സി അർജന്റീനയുടെ 2ാം ഗോൾ സ്വന്തമാക്കി.
ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പിന്നിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമായി മെസ്സി മാറി. തന്റെ പ്രായത്തെയും ശരീരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു വലിയ ഫൈനലിലേക്ക് കൂടി അർജന്റീനയെ അദ്ദേഹം നയിച്ചു. ലോക ഫുട്ബോളിലെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടം. തുടർച്ചയായ 4 വർഷങ്ങൾക്കുള്ളിൽ 3 പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളുടെ ഫൈനലിലേക്ക് തന്റെ രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ നായകനായി മെസ്സി മാറുകയായിരുന്നു. 2021 കോപ്പ അമേരിക്ക, 2022 ലോകകപ്പ്, ഇപ്പോൾ ഇതാ 2024 വീണ്ടും ഒരു കോപ്പ അമേരിക്ക ഫൈനൽ കൂടി. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ആ ഫൈനൽ പക്ഷേ മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ പരീക്ഷകളിൽ ഒന്നായി മാറി. കരുത്തരായ കൊളംബിയയ്ക്കെതിരെ പോരാട്ടം മുറുകുന്നതിനിടെ രണ്ടാം പകുതിയുടെ 64-ാം മിനിറ്റിൽ പരിക്കേറ്റ വലതുകാലുമായി മുടന്തി മൈതാനത്ത് വീണ മെസ്സിക്ക് കളം വിടേണ്ടി വന്നു. ബെഞ്ചിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന മെസ്സിയുടെ ചിത്രം ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം തകർത്തു. തന്റെ കരിയറിലെ അവസാനത്തെ അന്താരാഷ്ട്ര ടൂർണമെന്റ് ഇങ്ങനെയാണോ അവസാനിക്കേണ്ടത് എന്ന ചോദ്യം ആ കണ്ണുനീരിലുണ്ടായിരുന്നു. എന്നാൽ നായകൻ പരിക്കേറ്റു വീണപ്പോൾ അർജന്റീനിയൻ യുവസൈന്യം അയാൾക്കു വേണ്ടി ജീവൻ നൽകി പൊരുതാൻ തീരുമാനിച്ചു. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ആവേശ പോരാട്ടത്തിന്റെ 112-ാം മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസ് കൊളംബിയൻ വലകുലുക്കി. പരിക്കേറ്റ കാലുമായിരുന്ന മെസ്സി ആ നിമിഷം ആനന്ദക്കണ്ണീർ പൊഴിച്ചു. താൻ പടുത്തുയർത്തിയ ടീം താനില്ലെങ്കിലും കിരീടം നേടാൻ പ്രാപ്തരാണെന്ന സത്യം ആ നായകനെ സംതൃപ്തനാക്കി. റഫറിയുടെ വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീന വീണ്ടും ലാറ്റിൻ അമേരിക്കയുടെ രാജാക്കന്മാരായി. പരിക്കേറ്റ കാലുമായി മുടന്തിക്കൊണ്ട് തന്നെ മെസ്സി ആ കിരീടം ഏറ്റുവാങ്ങാൻ നടന്നു നീങ്ങി. തന്റെ പ്രിയ സുഹൃത്തായ ഏഞ്ചൽ ഡി മരിയയ്ക്കൊപ്പം ആ സ്വർണ്ണക്കപ്പ് വാനിലേക്ക് ഉയർത്തുമ്പോൾ മെസ്സി ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം അർജന്റീനയുടെ കുപ്പായത്തിൽ ഒന്നിച്ചു പൊരുതിയ ആ സുഹൃത്തുക്കൾ ആവേശകരമായ ഒരു ഫൈനലിലൂടെ തങ്ങളുടെ സംയുക്ത യാത്ര അവസാനിപ്പിച്ചു. ഡി മരിയ തന്റെ അവസാന അന്താരാഷ്ട്ര മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തോടെ പടിയിറങ്ങി. കോപ്പ അമേരിക്ക, ലോകകപ്പ്, കോപ്പ അമേരിക്ക എന്നിങ്ങനെ തുടർച്ചയായി 3 പ്രധാന കിരീടങ്ങൾ നേടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ ടീമായി അർജന്റീന മാറി. കരിയറിലെ 45-ാമത്തെ ഔദ്യോഗിക ട്രോഫി സ്വന്തമാക്കിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരമെന്ന ലോക റെക്കോർഡും മെസ്സി തന്റെ പേരിൽ സ്ഥിരപ്പെടുത്തി. പരിക്കുകളെയും പരിഹാസങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് ആ മാന്ത്രികൻ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി. PSG-യിൽ കളിക്കുമ്പോൾ മെസ്സി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. സ്വന്തം ടീമിലെ ആരാധകർ തന്നെ അദ്ദേഹത്തെ കൂവി വിളിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ അമേരിക്കയിലെ മയാമിയിലെത്തിയതോടെ സ്ഥിതി മാറി. അവിടെ മെസ്സിക്ക് ലഭിച്ചത് ആരാധനയേക്കാളുപരി വലിയൊരു ബഹുമാനമായിരുന്നു. മൈതാനത്തെ തിരക്കുകൾക്ക് ശേഷം സാധാരണക്കാരെപ്പോലെ ഷോപ്പിങ്ങിന് പോകാനും കടൽ തീരത്ത് നടക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എനിക്കിപ്പോൾ വേണ്ടത് കുടുംബത്തോടൊപ്പമുള്ള സമാധാനമാണ് എന്ന മെസ്സിയുടെ വാക്കുകൾ മയാമിയിൽ സഫലമായി. പക്ഷെ അപ്പോഴും വിവാദങ്ങൾ മെസ്സിയെ വിട്ടുമാറിയിരുന്നില്ല.
2024 ഫെബ്രുവരിയിൽ ഹോങ്കോങ്ങിൽ നടന്ന പ്രദർശന മത്സരത്തിൽ മെസ്സി കളിക്കാത്തത് വലിയ വിവാദമായി. ഇന്റർ മയാമിയുടെ ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായാണ് മെസ്സിയും സംഘവും ഹോങ്കോങ്ങിലെത്തിയത്. മെസ്സിയെ ഒരു നോക്ക് കാണാൻ 40,000-ഓളം ആരാധകരാണ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത്. കനത്ത തുക നൽകി പലരും ടിക്കറ്റുകൾ വാങ്ങി. മെസ്സി കളിക്കുമെന്ന ഉറപ്പിലായിരുന്നു ഹോങ്കോങ് ഗവൺമെന്റ് പോലും മത്സരത്തിന് പിന്തുണ നൽകിയത്. എന്നാൽ മത്സരം തുടങ്ങിയപ്പോൾ മെസ്സി പകരക്കാരുടെ ബെഞ്ചിലായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ മെസ്സി കളിക്കാനിറങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വന്നില്ല. പേശീവലിവ് കാരണമാണ് കളിക്കാത്തതെന്ന് പിന്നീട് വിശദീകരണമുണ്ടായെങ്കിലും ഒരു നിമിഷമെങ്കിലും മെസ്സി പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് അത് ഉൾക്കൊള്ളാനായില്ല. മത്സരം അവസാനിക്കാറായതോടെ സ്റ്റേഡിയത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. ആരാധകർ ഒരേ സ്വരത്തിൽ പണം തിരികെ നൽകൂ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ഒടുവിൽ ക്ലബ് ഉടമയായ ഡേവിഡ് ബെക്കാമിന് ആരാധകരോട് മാപ്പ് പറയേണ്ടി വന്നു. വിവാദം അവിടെ അവസാനിച്ചില്ല. തൊട്ടുപിന്നാലെ ജപ്പാനിൽ നടന്ന മത്സരത്തിൽ മെസ്സി ഏതാനും മിനിറ്റുകൾ കളിച്ചത് ചൈനീസ് മാധ്യമങ്ങളെയും സർക്കാരിനെയും ചൊടിപ്പിച്ചു. ചൈനയെ ബോധപൂർവം മെസ്സി അപമാനിച്ചു എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടന്നു. ഇതിനെ തുടർന്ന് അർജന്റീന ചൈനയിൽ നടത്താനിരുന്ന 2 സൗഹൃദ മത്സരങ്ങൾ ചൈനീസ് അധികൃതർ റദ്ദാക്കി. മെസ്സിയുടെ കരിയറിൽ ആദ്യമായാണ് ഒരു രാജ്യം തന്നെ അദ്ദേഹത്തിനെതിരെ പരസ്യമായി രംഗത്തു വരുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഹോങ്കോങ്ങിലെ വിവാദങ്ങൾ മെസ്സിയെ മാനസികമായി തളർത്തിയെങ്കിലും തന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചില്ല. 2024 പകുതിയോടെ ഇന്റർ മയാമിയിൽ മെസ്സി ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തു. വെറുമൊരു ക്ലബ്ബ് താരം എന്നതിലുപരി അമേരിക്കൻ സോക്കറിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്നതായിരുന്നു അത്. ലൂയിസ് സുവാരസ് എന്ന തന്റെ ഉറ്റ സുഹൃത്തുകൂടി മയാമിയിലെത്തിയതോടെ ബാഴ്സലോണയിലെ ആ പഴയ സുവർണ കാലഘട്ടം അമേരിക്കൻ മണ്ണിൽ പുനർജനിച്ചു. പരിക്കുകൾ കാരണം പല മത്സരങ്ങളും നഷ്ടമായെങ്കിലും കളിച്ച മത്സരങ്ങളിലെല്ലാം മെസ്സി തന്റെ മാന്ത്രികത പുറത്തെടുത്തു. ഗോൾ നേടുന്നതിനേക്കാൾ സഹതാരങ്ങളെ കൊണ്ട് ഗോൾ അടുപ്പിക്കുന്നതിലാണ് അദ്ദേഹം ആനന്ദം കണ്ടെത്തിയത്. ഇന്റർ മയാമിയെ MLS ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ടീമാക്കി മാറ്റുന്നതിൽ മെസ്സി നിർണായക പങ്കുവഹിച്ചു. സപ്പോർട്ടേഴ്സ് ഷീൽഡ് എന്ന കിരീടമുയർത്തുമ്പോൾ അത് മെസ്സിയുടെ കരിയറിലെ 46ാമത്തെ ട്രോഫിയായിരുന്നു. എന്നാൽ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയത് മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയറിലേക്കായിരുന്നു. 2026 ലോകകപ്പിൽ മെസ്സി കളിക്കുമോ എന്ന ചോദ്യം കായിക ലോകത്ത് സജീവമായി. പ്രായം ഒരു സംഖ്യ മാത്രമാണ്. എന്റെ ശരീരം അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ കളിക്കും എന്നായിരുന്നു മെസ്സിയുടെ മറുപടി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ വെനസ്വേലയ്ക്കും ബൊളീവിയയ്ക്കുമെതിരെ അർജന്റീനയുടെ ജേഴ്സിയിൽ മെസ്സി വീണ്ടും ഇറങ്ങി. ബൊളീവിയയ്ക്കെതിരെ സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിൽ ഹാട്രിക് ഗോളുകളും 2 അസിസ്റ്റുകളും നേടി താനിന്നും അർജന്റീനയുടെ രക്ഷകൻ തന്നെയാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആ മത്സരത്തിന് ശേഷം ഗാലറിയിൽ നിന്നുയർന്ന മെസ്സി മെസ്സി വിളികൾ കേട്ട് അദ്ദേഹം വികാരാധീനനായി. ഇതാണെന്റെ അവസാന മത്സരങ്ങളെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ്, മെസ്സി പറഞ്ഞു. മെസ്സിയുടെ പ്രഭാവം ലോകത്തിന്റെ ഒരറ്റത്ത് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഏഷ്യൻ മേഖലയിലും ആ 10-ാം നമ്പർ കളിക്കാരൻ ഒരു വികാരമാണ്. 2011 കൊൽക്കത്തയിൽ പന്ത് തട്ടിയ മെസ്സി വർഷങ്ങൾക്കിപ്പുറം 2025 ഡിസംബറിൽ ഇന്ത്യയിലെത്തിയത് വലിയ ആഘോഷമായി. ഡൽഹിയിലെത്തിയ മെസ്സി സ്കൂൾ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടിയും അവർക്ക് ഓട്ടോഗ്രാഫുകൾ നൽകിയും സമയം ചെലവഴിച്ചു. ഇന്ത്യയുടെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുമായി മെസ്സി നടത്തിയ കൂടിക്കാഴ്ച കായിക ലോകത്തെ 2 മഹാമേരുക്കളുടെ സംഗമമായിരുന്നു. മെസ്സി മൈതാനത്ത് പന്തുമായി നീങ്ങുന്നത് കാണുമ്പോൾ അതൊരു ഇന്ദ്രജാലമായി തോന്നുന്നു എന്നായിരുന്നു സച്ചിൻ പറഞ്ഞത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ നായകനായിരുന്ന സുനിൽ ഛേത്രി മെസ്സിയെ സ്വീകരിക്കാനെത്തിയത് കായിക പ്രേമികൾക്ക് വികാരനിർഭരമായ കാഴ്ചയായിരുന്നു. അന്താരാഷ്ട്ര ഗോളുകളുടെ എണ്ണത്തിൽ മെസ്സിയോട് ഇഞ്ചോടിഞ്ച് പോരാടിയ ഛേത്രിയെ മെസ്സി ആദരവോടെയാണ് സ്വീകരിച്ചത്. ഇരുവരും തങ്ങളുടെ 10-ാം നമ്പർ ജേഴ്സികൾ പരസ്പരം കൈമാറി. ഇന്ത്യൻ ഫുട്ബോളിനെ താങ്കൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് മെസ്സി പറഞ്ഞപ്പോൾ, താങ്കളെ നോക്കിയാണ് ഞങ്ങൾ സ്വപ്നം കാണാൻ പഠിച്ചത് എന്നായിരുന്നു ഛേത്രിയുടെ വിനയപൂർവമായ മറുപടി. 2 ഇതിഹാസങ്ങൾ ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ആ ചിത്രം ഏഷ്യൻ ഫുട്ബോളിന്റെ ചരിത്ര നിമിഷം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഡൽഹിയിലെ ചടങ്ങുകളിൽ കേന്ദ്ര കായിക മന്ത്രിയും മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മെസ്സിക്കൊപ്പം വേദി പങ്കിടാൻ മത്സരിച്ചു. ഇത് ചില വിവാദങ്ങൾക്കും വഴിവച്ചു. സാധാരണ ആരാധകർക്ക് ലഭിക്കേണ്ട സമയം രാഷ്ട്രീയക്കാർ തട്ടിയെടുക്കുന്നു എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. മെസ്സിയെ സ്വീകരിക്കുന്നതിനായി വിമാനത്താവളത്തിലെ പ്രോട്ടോക്കോളുകളിൽ മാറ്റം വരുത്തിയതും രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കിയതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. മെസ്സിയുടെ വരവ് വലിയ ആവേശമായെങ്കിലും ചില സംഘാടന പിഴവുകളും വിവാദങ്ങളും ആ സന്ദർശനത്തിന് നേരിയ മങ്ങലേൽപ്പിച്ചു. ഡൽഹി വിമാനത്താവളത്തിലും മെസ്സി താമസിച്ച ഹോട്ടലിനു മുന്നിലും നിയന്ത്രിക്കാനാവാത്ത വിധം ജനക്കൂട്ടം തടിച്ചുകൂടിയത് വലിയ സുരക്ഷാ ഭീഷണിയുണ്ടാക്കി. ആരാധകർ ബാരിക്കേഡുകൾ തകർത്ത് മെസ്സിക്കടുത്തേക്ക് ഓടിയെത്തിയത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വലച്ചു. മെസ്സി പങ്കെടുത്ത പ്രദർശന മത്സരത്തിന്റെ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീർന്നെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ടിക്കറ്റുകൾ മിക്കവരും വാങ്ങിയത്. സാധാരണക്കാരായ ആരാധകർക്ക് ടിക്കറ്റ് ലഭിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. മെസ്സിയെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ റോഡിലിറങ്ങിയതോടെ ഡൽഹിയിലെ പ്രധാന പാതകൾ മണിക്കൂറുകളോളം സ്തംഭിച്ചു. ഇത് നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും തകർത്തു. പരിക്കിന്റെ പിടിയിലായിരുന്ന മെസ്സി എത്ര സമയം കളിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതിരുന്നത് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഹോങ്കോങ്ങിൽ നടന്നതുപോലെ മെസ്സി കളിക്കാതെ മടങ്ങുമോ എന്ന ഭയം സംഘാടകർക്കുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ അദ്ദേഹം ഏതാനും മിനിറ്റുകൾ പന്ത് തട്ടിയത് ആരാധകർക്ക് ആശ്വാസമായി. സച്ചിൻ ടെണ്ടുൽക്കറെ കെട്ടിപ്പിടിച്ചും ഇന്ത്യൻ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടിയും മെസ്സി കാണിച്ചു തന്നത് ലാളിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കിരീടമെന്നാണ്. വിവാദങ്ങളും പരിക്കുകളും സുരക്ഷാ പ്രശ്നങ്ങളും ആ വരവിന് വെല്ലുവിളിയായെങ്കിലും ആ മാന്ത്രികന്റെ ഒരു പുഞ്ചിരിയിൽ അവയെല്ലാം അലിഞ്ഞില്ലാതായി. ഇന്ത്യയിലെ ഓരോ ആരാധകനും ആ നിമിഷം തിരിച്ചറിഞ്ഞു, ലയണൽ മെസ്സി എന്നത് വെറുമൊരു പേരല്ല, മറിച്ച് തോൽവികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന
ഒരു വികാരമാണെന്ന്. 2026 മെസ്സി തന്റെ 6ാം ലോകകപ്പിനായി മൈതാനത്തിറങ്ങുമ്പോൾ അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായി മാറും. അദ്ദേഹം കളി തുടർന്നാലും ഇല്ലെങ്കിലും, പരിക്കുകൾ തളർത്തിയാലും ഇല്ലെങ്കിലും, ലയണൽ ആന്ദ്രേ മെസ്സി എന്ന പേര് ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മന്ത്രം പോലെ നിലനിൽക്കും. റൊസാരിയോയിലെ തെരുവുകളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര എല്ലാ കൊടുമുടികളും കീഴടക്കി അവസാനിക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം അദ്ദേഹത്തോട് പറയും, നന്ദി മിശിഹ, ഞങ്ങൾക്ക് മുന്നിൽ ആ ഇടങ്കാലുകൊണ്ട് മാന്ത്രികത കാട്ടിയതിന്.